നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സൂചിപ്പിച്ച പ്രതികരണം എന്നത് ആ റൂട്ട് അധികം തിരക്കുള്ള ഒന്നല്ല എന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ പോലീസിന്റെ കണ്ണു വെട്ടിച്ചൊക്കെ അതിലെ വാഹനങ്ങൾ വരാറുണ്ടോ എന്ന സംശയമുണ്ട്. ഡാനിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഡാൻ, നമ്മൾ ആ വാഹനത്തിന്റെ അവസ്ഥ കണ്ടു. നേരത്തെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് അതൊരു വെയിറ്റിംഗ് ഷെഡ് അല്ല, പക്ഷേ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് തന്നെ പറയാം. അവിടെയാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കാറുള്ളത്. എന്താണ് ഈ അപകടം? അതായത് അമിതവേഗമായിരുന്നോ? ഈ വാഹനത്തിന് പാസ് ഉണ്ടായിരുന്നോ? ഒരു ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ പോലും, ബുള്ളറ്റിനെ വെട്ടിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു വ്യക്തത ഇപ്പോഴുമില്ല. എന്നോടൊപ്പം ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഇതുവഴി എല്ലാ ദിവസവും ഇതേ സമയത്ത്, ഈ അപകടം ഉണ്ടായ സമയത്ത് നടക്കാൻ പോകുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, നെൽസൺ തോമസ്, എന്നോടൊപ്പം ചേരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പതിവ് നമ്മള് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഉടനെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ എടുക്കുന്നതിനുള്ള പ്രൊസീജിയറൊക്കെ ആയിരുന്നു. 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് 4 കുഞ്ഞുങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞ് ഒരു ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ തിരിച്ചു വിളിച്ചപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അപ്പം അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അപ്പം ആ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ മണ്ണെടുപ്പ് നടക്കുന്നത്. അമ്പലപ്പുറത്താണ്. അമ്പലപ്പുറത്ത് മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. രാവിലെ 8:30 മുതൽ 9:30 10 മണി വരെയാണ് സമയം പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ ട്യൂഷൻ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷനുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം രാവിലെ വണ്ടി കാത്ത് നിൽക്കുക സ്വാഭാവികമാണ്. അപ്പോൾ അവിടുന്ന് വലിയ സ്പീഡേ വന്നു. ഇനി ഫോൺ യൂസ് ചെയ്തോന്ന് അറിയത്തില്ല. ഒരു കുട്ടി അതിനകത്ത് പറയുന്ന കേട്ടോ, അങ്ങനെ എന്തോ സംസാരിക്കുന്നേ. അപ്പം വണ്ടി വളരെ സ്പീഡേ വന്നിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിലെ ടയറുകളെല്ലാം മുട്ടയാണ്. അപ്പം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഗ്രിപ്പ് കിട്ടത്തില്ല. ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് മറിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുടെ ഹരിലാൽ സാർ, സുവോളജി, അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പെൻസറി പഠിപ്പിക്കുക. പുള്ളി ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരിക. അപ്പൊ അതിനകത്ത് പിടിച്ചു. അത് ഇടിച്ചിട്ടാണ് ആ ഭിത്തിയിൽ ചെന്നിരിക്കുന്നത്. ബുള്ളറ്റ് അങ്ങോട്ട്, ബുള്ളറ്റ് കൊണ്ടുണ്ടല്ലോ, അതാ ബുള്ളറ്റ് കണ്ടോ, അത് അതിനകത്തോട്ട് ഇടിച്ച് അങ്ങോട്ടും കയറുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ മണ്ടയിലോട്ട് ഈ മണ്ണും ഈ വണ്ടിയും കൂടെ മറിയുകയായിരുന്നു. ഒരു കൊച്ചിന്റെ കഴുത്തിൽ ഇങ്ങനെ ആ വണ്ടി ഇരിക്കുക. വണ്ടിയുടെ ആ ഫ്രണ്ട് കണ്ടോ, അവിടെ കുറെ ശരീരഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അതങ്ങനെയാ പുള്ളി. എന്നിട്ട് ഈ 3 കുഞ്ഞുങ്ങളും അതിനടക്കി. പിന്നെ നമ്മൾ പറഞ്ഞാൽ കൈ മാത്രം, ഈ വലത് കൈ മാത്രമായിട്ട് അടർത്തി കിട്ടേണ്ടി വന്നു. ശരീരഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറി എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഓരോരുത്തരെയും മാറുന്നത്. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മണ്ണ് എടുക്കുന്നത് ഈ കിഴക്കൻ മേഖലയിലാണ്. ഇതിനിപ്പോൾ കളക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു വാക്ക്, ഞാൻ കളക്ടറോട് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിന് പെർമിഷൻ കളക്ടറേറ്റിൽ നിന്ന് കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം, വണ്ടിയുടെ ഒരു പെർമിഷൻ. പക്ഷെ അവർ പറയുന്നത് ഈ വണ്ടിക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ലെന്നും പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വണ്ടി കഴിഞ്ഞ മാസം ഈ ഫെബ്രുവരി സമയം വരെ ഇതിനകത്ത് മിനിസ്റ്റർ PC വിഷ്ണുനാഥ്, മന്ത്രി PC വിഷ്ണുനാഥ് സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. ബിന്ദു കൃഷ്ണയും ഒപ്പം ഉണ്ട്. അപകടമുണ്ടായ സ്ഥലത്തേക്ക് മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും. അപകടമുണ്ടായ സ്ഥലത്ത് ആണ് മന്ത്രിമാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒപ്പം MP കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, മന്ത്രി ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്. അപകടം നടന്ന സ്ഥലം, അതിൻ്റെ അപകടം നടന്ന രീതിയൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. പ്രദേശവാസികൾ ഒപ്പമുണ്ട്. അല്പസമയത്തിനകം പക്ഷേ പ്രതികരണം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും വലിയ അപകടം തന്നെയാണ് നടന്നത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ വരുന്ന സമയമായിരുന്നു. അവിടെ അപകട സമയത്ത്, അപകടം നടന്ന് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ മന്ത്രിമാർ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപകട സ്ഥലത്ത് മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണമടക്കം നിയമസഭ ഒഴിവാക്കിയാണ് ഞാനും ബഹുമാന്യയായ മന്ത്രി ബിന്ദു കൃഷ്ണ ഇവിടേക്ക് എത്തിയത്. സംഭവത്തിന്റെ ആ സമയം മുതൽ തന്നെ ബഹുമാനപ്പെട്ട MP ഇവിടെ ഉണ്ടായിരുന്നു.
പ്രാഥമികമായി പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ഈ ബൈറോഡിൽ നിന്ന് തിരിയുമ്പോഴത്തേക്കും ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു കാര്യങ്ങൾ പോലീസ് അതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ പരിക്കു പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്, കാരണം ഡിസാസ്റ്റർ അല്ലാത്തതുകൊണ്ട് അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനവും ഉണ്ടാകും. ഇതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ പറയുന്നത്. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയുന്നത്? പരിക്കേറ്റവർ മിനിസ്റ്റർ വിശദീകരിച്ചതുപോലെ തന്നെ അതിദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ടിപ്പർ ലോറികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെ ലോഡ് കയറ്റുന്ന ലോറികളുടെയൊക്കെ അമിത വേഗതയെക്കുറിച്ചും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരുകൾ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്കൂൾ ടൈം, ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതിന്റെ ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൌരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ ആളുകൾ, എല്ലാ ജനനേതാക്കന്മാരും ഉണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഇതുവരെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാ മിനിസ്റ്റർ? പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാ? ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. 2 പേരുടെ മുതിർന്നവർക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇനി ആശുപത്രിയിലേക്ക് പോകും. ഡ്രൈവറുടെ വണ്ടി ഓടിച്ച ഡ്രൈവറുടെക്കും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. കൗശൽ എന്ന ഒരു കുട്ടി അപകടം. കൗശൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കും അപകടം. അത് പുനഃപരിശോധിക്കേണ്ടതാണ്. സ്കൂളിൽ രാവിലെ ട്യൂഷൻ ഒക്കെ ആയിട്ട് രാവിലെ കുട്ടികൾ ഇറങ്ങുന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് സ്കൂൾ സമയം, 2 ഇതിന്റെ അമിത വേഗം. ഇത് കൂടുതൽ തവണ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.